ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മൾ സഭകളിൽ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ് ആമേൻ. ഒരു പ്രീച്ചർ പ്രസംഗിക്കുമ്പോൾ, അതേപോലെ തന്നെ പ്രവാചകന്മാർ പറയുമ്പോഴും ഒക്കെ നമ്മൾ ആമേൻ ആമേൻ എന്ന് പറയും. അപ്പം ഈ ആമേൻ എന്ന വാക്കിൻ്റെ അർത്ഥം അങ്ങനെ തന്നെ എന്നാണല്ലോ. ആ പ്രീച്ചർ അല്ലെങ്കിൽ ഒരു പ്രവാചകൻ പറയുന്ന കാര്യങ്ങളെ പൂർണ്ണമായിട്ടും നമ്മൾ അംഗീകരിക്കുന്നു എന്ന് ആണ് ഈ ആമേൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ആരെയും വിധിക്കരുതെന്നാണ് യേശു കർത്താവ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ജാതികളെയോ അല്ലെങ്കിൽ പുറത്തുള്ള രക്ഷിക്കപ്പെടാത്ത ഒരു വ്യക്തികളെ പോലും വിധിക്കാനായിട്ട് അല്ലെങ്കിൽ ജഡ്ജ് ചെയ്യാനായിട്ട് നമുക്ക് അധികാരമില്ല. എന്നാൽ സഭയിൽ ഒരു വ്യക്തി അവർ ശുശ്രൂഷിക്കുമ്പോഴോ അല്ലെങ്കിൽ അവർ പ്രീച്ച് ചെയ്യുമ്പോഴോ അവരെ നമുക്ക് ജഡ്ജ് ചെയ്യാമെന്നാണ് വചനം പറയുന്നത്. അതായത് 1 കൊരിന്ത്യ ലേഖനം 5-ാം അധ്യായം 12-ാം വാക്യം, അകത്തുള്ളവരെ നമുക്ക് വിധിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അകത്തുള്ള നമ്മുടെ രക്ഷിക്കപ്പെട്ട ആളുകളെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ ചെയ്യണമെന്നാണ് വചനം പറയുന്നത്. 1 യോഹന്നാൻ ലേഖനം 4-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുന്നു, പ്രിയമുള്ളവരെ, കള്ളപ്രവാചകന്മാർ പലരും ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കയാൽ ഏത് ആത്മാവിനെയും വിശ്വസിക്കാതെ ആത്മാക്കൾ ദൈവത്തിൽ നിന്നുള്ളവയോ എന്ന് ശോധന ചെയ്യുവിൻ. യോഹന്നാൻ പറയുകയാണ് 1-ാം നൂറ്റാണ്ടിൽ തന്നെ കള്ളപ്രവാചകന്മാർ ലോകത്തിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. അപ്പം ഇന്നത്തെ അവസ്ഥ നമ്മൾ പറയണ്ടല്ലോ. ചർച്ചിൽ ഒരു ശുശ്രൂഷിക്കുകയാണ്. ആ ശുശ്രൂഷൻ സത്യവചനം മായമില്ലാതെയാണ് പറയുന്നതെങ്കിൽ നമ്മൾ ആമേൻ പറയുമ്പം കർത്താവിൻ്റെ മുന്നിൽ നീതിയാണ്. എന്നാൽ ഒരു വ്യക്തി വചനവിരുദ്ധമായിട്ടാണ് പ്രവചിക്കുകയും പ്രീച്ച് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നതെങ്കിൽ നമ്മൾ അത് ആമേൻ പറഞ്ഞെടുത്താലുള്ള ഭവിഷ്യത്ത് നമ്മൾ ഓർക്കുക. ആ ഒരു ശാപം നമ്മുടെ മേലും വരും. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, വളരെ സൂക്ഷ്മതയോടെ ഉപയോഗിക്കേണ്ട ഒരു പദമാണ് ആമേൻ എന്നുള്ള വാക്ക്. കാരണം നമ്മൾ അത് അംഗീകരിക്കുമ്പോൾ നമ്മളും അവരോട് കൂടെ കൂട്ടാളികളാകുകയാണ്. വചനം വെച്ച് സഭയിൽ രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയാണെന്ന് പറഞ്ഞു വരുന്ന വ്യക്തി സത്യസുവിശേഷമാണോ പറഞ്ഞത് എന്ന് നമുക്ക് ശോധന ചെയ്യുകയും അതിനനുസരിച്ച് മാത്രം നമ്മൾ ആമേൻ പറയുകയും ചെയ്താൽ മതി. അല്ലാത്തതിന് നമുക്ക് സൈലൻ്റ് ആയിട്ട് കീപ്പ് ചെയ്തിരിക്കാം. ഇനിയിപ്പം നമ്മൾ അനക്കവും വിശ്വാസവും ഒന്നും ഇല്ലാത്ത ഒരാളാണെന്ന് സഭ മുഴുവനും അല്ലെങ്കിൽ ലോകം മുഴുവനും പറഞ്ഞാലും സാരമില്ല. അപ്പോൾ ഇതാണ് ഇന്നത്തെ മെസ്സേജ്. താങ്ക്സ് ഫോർ വാച്ചിങ്.